കൊല്ലങ്കോട് ഊട്ടറപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി കെ പ്രേമൻ എം.എൽ.എ വിലയിരുത്തി. ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഊട്ടറയിൽ ഒരു പുതിയ പാലം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തിന്റെ ഗതാഗത സൗകര്യത്തിലും വികസന രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങും. ജനങ്ങളുടെ സുരക്ഷയും വികസനവും ഒരുപോലെ ഉറപ്പാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും തുടരുമെന്ന് കെ പ്രേമൻ എം.എൽ.എ പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് സഖാവ് കെ ബാബുവേട്ടൻ MLA ആയിരിക്കുമ്പോൾ പണി ആരംഭിച്ചതാണ് ഊട്ടറപ്പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അത് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സത്വരമായി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗവും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കടുത്ത മഴക്കാലമാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികളുണ്ടെങ്കിലും അടിയന്തരമായി ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വേഗം നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും MLA എന്നുള്ള നിലയിലേക്ക് നടത്തുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉറപ്പു നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഏറെ കാലപ്പഴക്കം ചെന്ന ഊട്ടറപ്പാലത്തിൻ്റെ സൈഡ് ഒരു മണ്ണിടിച്ചൽ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയാം. അത് പോലീസുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട PWD ഡിപ്പാർട്ട്മെൻറ്റുമായും ബന്ധപ്പെട്ടപ്പോൾ അതിലൂടെ വണ്ടികൾ പോയാൽ ചിലപ്പോൾ ഇടിയാനും അത് വലിയ ദാരുണമായ ഒരു അപകടത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാലത്തും വൈകുന്നേരവും ഉണ്ടാകുന്ന ട്രാഫിക് ജാം വലിയ രീതിയിലാണ് ഉള്ളത്. അത് പരിഹരിക്കാൻ ഇവിടെ സ്ഥിരമായി ഒരു പോലീസിനെ നിർത്തണമെന്നൊരാവശ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വരുന്ന കുറച്ച് നാളുകൾ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും ഈ പാലം പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു വർക്കുകളെ അപേക്ഷിച്ച് വളരെ സ്പീഡിലാണ് എല്ലാ തരത്തിലും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എൻജിനീയറിംഗ് വിഭാഗത്തെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെയും അഭിനന്ദിക്കുകയാണ്. പാലത്തിൻ്റെ വർക്ക് നമ്മൾ ഡിസംബറിലാണ് ആരംഭിച്ചത്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെയാണ് വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 ഗിഡറുകളുടെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗിഡറും കൂടെ ഉള്ളൂ. മൊത്തം 6 ഗിഡറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്ട്രെസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് ഇറക്ഷന് വേണ്ടി മേളിലേക്ക് വെക്കുന്നത്. അതും ഇപ്പോൾ ഈ മഴയുടെ ഒരു താമസം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആകുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കാസ്റ്റിംഗ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ അടുത്ത ആഴ്ച തന്നെ നടക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 2-3 മാസത്തിനകം വർക്ക് മാക്സിമം ഫാസ്റ്റായിട്ട് തീർക്കാനാണ് നമ്മൾ നോക്കുന്നത്. പഴയ പാലത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന പഴയ പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു വശം ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ട്രാഫിക് തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനായി സ്ഥലത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പാലം നിർമ്മാണം പകുതിയോളം പൂർത്തിയായതായി എഞ്ചിനീയർമാർ അറിയിച്ചു. 2025 ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം 2026 ഡിസംബറോടെ പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. കൊല്ലങ്കോട് ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ദാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ AS അജയ് കുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം രാധാ പഴനിമല, CPM കൊല്ലങ്കോട് 1 ലോക്കൽ സെക്രട്ടറി K രാമചന്ദ്രൻ, CPM കൊല്ലങ്കോട് 2 ലോക്കൽ സെക്രട്ടറി V ചന്ദ്രൻ, വടവന്നൂർ ലോക്കൽ സെക്രട്ടറി മഹേഷ് എന്നിവർ MLA-ക്കൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.